എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് വിവാഹം നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മൾ അമ്പലങ്ങളിലെ വിവാഹം നടക്കാനുള്ള വഴിപാടുകളെക്കുറിച്ച് പറയുന്ന സമയത്ത് വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, എൻ്റെ മകന് അല്ലെങ്കിൽ എനിക്ക് വിവാഹം നടന്നില്ല, ഞാൻ ഒരുപാട് പ്രാവശ്യം ആ ഒരു ക്ഷേത്രത്തിലെത്തി ഈ ഒരു വഴിപാടുകളൊക്കെ കഴിച്ചതാണ്, എന്നിട്ടും എൻ്റെ വിവാഹം നടന്നില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ വന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാര്യം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വിവാഹം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഒരു വിവാഹം നടക്കുന്നതിലൂടെ നാളത്തേക്കുള്ള ഒരു തലമുറയെ കൂടെയാണ് വാർത്തെടുക്കുന്നത്. ഈ ഭൂമി അവസാനിക്കുന്ന കാലം വരെയും നമ്മുടെ ഒരു തലമുറയെ ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കാൻ വേണ്ടിയുള്ളതായിട്ടാണ് ഓരോ വിവാഹങ്ങളും നടക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ വിവാഹം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ചെറിയ കാര്യമല്ല. നമുക്കൊരു വിവാഹം മാത്രം അല്ലെങ്കിൽ വിവാഹം കഴിയാത്തവർക്ക് ഓടിപ്പോയിട്ട് ഒരു വിവാഹം മാത്രം അതല്ലല്ലോ നമ്മുടെ ആഗ്രഹം. വിവാഹം നടന്ന് അതിലൂടെ നമുക്ക് നാളത്തേക്കുള്ള ഒരു തലമുറയെ തന്നെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ ഓരോരുത്തരും വിവാഹത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട്. പിന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയിട്ട് വഴിപാടുകൾ ചെയ്യും. നമുക്കുള്ള വിവാഹ തടസ്സങ്ങൾ, അതായത് ഇപ്പോൾ വിവാഹം നടക്കാനായി നമുക്ക് നല്ല സമയമാണ്, അല്ലെങ്കിൽ വിവാഹം നടക്കാനുള്ള എല്ലാ യോഗ്യതകളും, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഞാൻ വേറൊരു രീതിയിലല്ല കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടാൻ മാത്രമുള്ള എല്ലാ യോഗ്യതകളും ഉണ്ട്, അല്ലെങ്കിൽ ഒരു പുരുഷന് ഒരു സ്ത്രീയെ ഇഷ്ടപ്പെടാൻ മാത്രമുള്ള എല്ലാ യോഗ്യതകളും അത് അവർക്ക് പരസ്പരം മാത്രം തോന്നേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരിടത്ത് മാത്രമാണ് വിവാഹം എന്നത് യാഥാർത്ഥ്യമാവുകയും ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയിട്ട് വഴിപാടുകൾ കഴിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ അല്ലാണ്ട് നമുക്കിപ്പം ക്ഷേത്രത്തിൽ ചെന്നിട്ട് നമുക്ക് ഈ ക്ഷേത്രത്തിൽ നമ്മുടെ വിവാഹം നടന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ വഴിപാടിനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ള ഒരു അവകാശം നമുക്കില്ല. കാരണം എല്ലാവർക്കും ഒരുപോലെ എല്ലാ കാര്യങ്ങളും ഫലിക്കണമെന്നോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നോ ഇല്ല. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടാറുണ്ടോ എന്ന് കരുതിയിട്ട് നമ്മൾ നമ്മുടെ ദൈവത്തെയോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകാതിരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് വേണ്ടത് എന്താണോ, നമ്മുടെ ആവശ്യം എന്താണോ അതിലേക്ക് വിശ്വസിച്ച് അല്ലെങ്കിൽ അത് നടക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് വിവാഹപ്രായമായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒരു ജ്യോത്സ്യനെ കണ്ട് നമ്മുടെ സമയവും ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും നക്ഷത്രവും ഒക്കെ വെച്ചിട്ട് നോക്കിയതിന് ശേഷം വിവാഹം നടക്കുന്നു അല്ലെങ്കിൽ വിവാഹം നടക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉള്ള ഒരു സമയമാണ്. അങ്ങനെ കണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് എന്താണ് നമ്മുടെ വിവാഹ തടസ്സം, എന്നിട്ടും നമ്മുടെ വിവാഹം നടക്കുന്നില്ല എങ്കിൽ എന്താണ് നമ്മുടെ വിവാഹ തടസ്സം എന്നുള്ളത് മനസ്സിലാക്കി ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ വഴിപാട് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിവാഹം നടക്കും കേട്ടോ. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിലെത്തി ഒരു മംഗല്യപൂജ നടത്തുന്നു, അവിടെ 500 പേരോളം മംഗല്യപൂജ നടത്തുന്നുണ്ടാവും. അതിൽ 350 പേരുടെ വിവാഹം നടക്കുന്നുണ്ടാവും, ബാക്കി 150 പേരുടെ വിവാഹം മാത്രമേ നടക്കാണ്ടുണ്ടാവും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ 150 പേര് പറയും ഞാൻ ആ ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്തു പക്ഷേ എനിക്ക് നടന്നില്ല എന്ന് പറയും. അപ്പോൾ അവരുടെ സമയം അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ വിവാഹ സമയമാണോ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വഴിപാട് കഴിക്കാനായിട്ട് ഓടാവും. അല്ലെങ്കിൽ എനിക്കിപ്പോൾ വിവാഹ സമയം അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തിൽ പോയിട്ട് എനിക്ക് വിവാഹം നടക്കണം എന്ന് പറഞ്ഞിട്ട് വഴിപാട് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ ഒരു വലിയൊരു തലമുറയെ വാർത്തെടുക്കാനുള്ളതാണ് ഒരു വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു നിസ്സാര കാര്യമല്ല. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു സമയവും കാലവും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ സമയം നല്ലൊരു ജ്യോത്സ്യനെ കണ്ട് നമ്മുടെ ഇപ്പോഴുള്ള നിലവിലുള്ള അവസ്ഥ എന്താണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ പറയും ജ്യോത്സ്യൻ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു, എനിക്ക് ഉടനെ വിവാഹം നടക്കുന്നു പറഞ്ഞു, പക്ഷേ ഇത്ര വയസ്സിൽ നടക്കുന്നു പറഞ്ഞു, പക്ഷേ ഇതുവരെ നടന്നില്ല എന്ന് പറയുന്നവരും ഉണ്ടാകും. അതിപ്പോൾ ഒരു ജ്യോത്സ്യൻ്റെ കുറ്റമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്താണോ പ്രശ്നം, ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പുരുഷനെ പരസ്പരം ആകർഷണം ഉണ്ടാകാൻ അല്ലെങ്കിൽ അവർക്ക് പരസ്പരം ഇഷ്ടപ്പെടാൻ എന്താണോ നമ്മളിൽ വേണ്ടത്, എല്ലാ മനുഷ്യനിലും കുറ്റവും കുറവുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് യോജിച്ചത് അല്ലെങ്കിൽ നമുക്ക് യോഗ്യതയോടുകൂടി കിട്ടാനുള്ളത് എന്താണോ അത് നമ്മൾ കൂടുതലായിട്ട് നോക്കാനായിട്ട് ശ്രമിക്കാം. കൂടുതൽ ഡിമാൻഡുകൾ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരുപാട് പ്രായം കടന്നു പോയിട്ടിരിക്കുന്നതിനെ കഴിഞ്ഞും നല്ലത് എപ്പോഴും അതായിരിക്കും. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ വിവാഹം നടക്കാത്ത എല്ലാവരും ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മളൊരു നല്ല ജ്യോതിഷനെ കാണുക. എന്നിട്ട് ആ ഒരു ജ്യോത്സ്യനോട് നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞതിന് ശേഷം എന്താണ് നമ്മുടെ തടസ്സമെന്ന് കണ്ടെത്തുക. അതല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വയം കണ്ടെത്താൻ പറ്റുന്ന തടസ്സങ്ങളാണെങ്കിൽ അതെന്താണെന്നുള്ളത് കണ്ടെത്തുക. അതിനുശേഷമാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാടുകൾ കഴിക്കേണ്ടത്. എന്താണോ നമുക്കുണ്ടായി നിൽക്കുന്ന ആ ഒരു തടസ്സം അതൊരു ജ്യോതിഷന് മാത്രമേ മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിനുശേഷം എന്താണ് ആ തടസ്സം എന്നുള്ളതിന് നമ്മൾ പൂജകളോ വഴിപാടുകളോ എന്താണെങ്കിലും ചെയ്യുക. ഞാൻ ഈ മുമ്പ് പറഞ്ഞിട്ടുള്ള പല ക്ഷേത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിവാഹം നടക്കാനുള്ള ഒരുപാട് വഴിപാടുകൾ ചെയ്യുന്നത് അതൊക്കെ തന്നെയും ഇപ്രകാരം ചെയ്യേണ്ടവയാണ്. അല്ലാതെ നമ്മൾ ഓടിപ്പോയിട്ട് എനിക്ക് നാളെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഓടിപ്പോയിട്ട് വിവാഹത്തിന് വേണ്ടിയിട്ട് വഴിപാട് ചെയ്യുക അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങിയതിന് ശേഷം നമ്മൾ എല്ലാ കാര്യത്തോടുകൂടിയും ഓക്കെ ആയതിനു ശേഷമാണ് നമ്മളൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതും അതുപോലെ തന്നെ അതിൻ്റെ തടസ്സത്തെ മാറ്റേണ്ടതും. നമ്മൾ മുമ്പ് തന്നെ പല ക്ഷേത്രങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പല ക്ഷേത്രങ്ങളും നമ്മുടെ വിവാഹ തടസ്സത്തെ മാറ്റാനുള്ള ഒരുപാട് വഴിപാടുകളുണ്ട്. 1-2 ക്ഷേത്രങ്ങളിൽ പോയി അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ പോയി ആ വഴിപാട് ചെയ്തിട്ട് എനിക്ക് ഫലിച്ചില്ല എന്നുള്ളതിൽ വെക്കാതെ നിങ്ങൾ വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും ഒരു സംശയത്തോടു കൂടി നമ്മളൊരു ക്ഷേത്രത്തിൽ ഒരിക്കലും പോയിട്ട് വഴിപാട് ചെയ്യരുത്. ഈ വഴിപാട് ചെയ്താൽ എൻ്റെ നടക്കുമോ ആ ഒരു സംശയത്തോടു കൂടി ഒരിക്കലും പോയിട്ട് ചെയ്യരുത്. നടക്കും എന്നുള്ള ചിന്തയിൽ തന്നെ അല്ലെങ്കിൽ അതിനായിട്ട് തന്നെ നമ്മുടെ മനസ്സ് അത് വിചാരിച്ച് തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ ഉറപ്പായിട്ടും നടക്കും. അപ്പോൾ വിവാഹം നടക്കാത്തവർക്കും എല്ലാ ദോഷങ്ങളോട് കൂടിയവർക്കും എല്ലാ ദോഷങ്ങളും മാറി ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.